മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു അച്ചാറാണ്. ബീറ്റ്റൂട്ട് വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റുള്ള ഈ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരിക. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ബീറ്റ്റൂട്ടാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ കുഞ്ഞു കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയാണ്, അതും ചെറിയ പീസുകളായിട്ട് തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇഞ്ചിയേക്കാളും കുറച്ചധികമായിട്ട് നമ്മൾ വെളുത്തുള്ളി എടുക്കണം. പിന്നെ ഒരു 6-7 പച്ചമുളകാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഇതുപോലെ ചെറിയ കപ്പിന് 1 കപ്പ് വിനീഗറാണ് ചേർക്കേണ്ടത്. 2 തണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. പിന്നീട് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. 1/2 കപ്പോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായ ശേഷം 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. നല്ലെണ്ണയല്ല ഇതിന് ഉപയോഗിക്കുന്നത്, വെളിച്ചെണ്ണയാണ്. കടുക് നന്നായി പൊട്ടിയ ശേഷം 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തു. ഉലുവ ഒരു ബ്രൗൺ കളറാവണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളിയേക്കാൾ ഒരു ലേശം അധികം ഇഞ്ചി നമുക്ക് മൂത്ത് കിട്ടണം. അതുകൊണ്ട് ആദ്യം നമ്മൾ ഇഞ്ചി ചേർത്ത് കൊടുത്തു. ചെറിയ തോതിലൊന്ന് അത് മൂത്ത ശേഷമാണ് നമുക്ക് വെളുത്തുള്ളി ചേർക്കേണ്ടത്. ഇനി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ചധികം അളവിൽ തന്നെ നമുക്ക് ഈ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കണം. ഇതിലേക്ക് ടേസ്റ്റ് കൂടുതൽ കൊടുക്കുന്നത് ഇത് രണ്ടുമാണ്. അതുകൊണ്ട് അതൊന്ന് നന്നായി വാടി വന്ന ശേഷം പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഞാനൊരു 6-7 എടുത്തിരിക്കുന്നത്. എരിവിനനുസരിച്ചിട്ട് വേണമെങ്കിൽ ഇനിയും കൂട്ടി എടുക്കാം. അച്ചാർ അത്യാവശ്യം എരിവും പുളിയും ഒക്കെ ഉള്ളതാണല്ലോ നമുക്ക് ടേസ്റ്റായിട്ട് കിട്ടുക. അതുകൊണ്ട് ഞാനൊരു 6-7 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഒരു 2-3 മിനിറ്റ് നേരം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള ബീറ്റ്റൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ നമുക്ക് അരിയണം നിർബന്ധമൊന്നുമില്ല, കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്താലും മതി. ഞാനിപ്പോൾ ഇങ്ങനെ എടുത്തത്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു ഇടത്തരം വലുപ്പമുള്ള 2 ബീറ്റ്റൂട്ടാണ് എടുത്തിരുന്നത്. അതുകൊണ്ട് 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഉപ്പ് ഒരു ലേശം അധികമായിട്ട് തന്നെ നമുക്ക് ഈ അച്ചാറിനൊക്കെ വേണം. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കണം നമുക്ക് ഈ ബീറ്റ്റൂട്ട്. ലോ ഫ്ലെയിമിൽ തന്നെ ഒരു 3-4 മിനിറ്റ് നേരം ഇങ്ങനെ ഇരിക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് നമുക്കത് തുറന്ന് 2-3 പ്രാവശ്യമായിട്ടൊക്കെ തുറന്ന് ഇളക്കി എടുക്കേണ്ടതാണ്. ഇതിൽ കണ്ടില്ലേ, തനിയെ വെള്ളം നമ്മൾ ഈ ബീറ്റ്റൂട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരും. അല്ലാതെ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണില്ല. ആവിയിലാണിത് വെന്ത് കിട്ടേണ്ടത്. ഇത്രയും മതി. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവുള്ള മുളക് പൊടിയല്ല. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇത്രയും പൊടികളാണ് നമ്മൾ ഈ അച്ചാറിന് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായി അതിൻ്റെ പച്ചമണം പോകുന്നവരെ ഇളക്കി കൊടുക്കാം. ചെറു തീയിൽ വേണം നമ്മളിത് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. കൂടുതൽ ഫ്ലെയിം കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ പച്ചമണമൊക്കെ പോയി കിട്ടിയ ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വിനീഗർ ചേർത്ത് കൊടുക്കാം. വിനീഗറിൻ്റെ അളവും ഞാൻ പറഞ്ഞില്ലേ, ചില ആൾക്കാർക്ക് വിനീഗർ ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഇതിൻ്റെ പകുതി ചേർത്താലും മതി. ഞാനിപ്പോൾ ഈ ബീറ്റ്റൂട്ടിനനുസരിച്ചിട്ടാണ് ഈ ചെറിയ കപ്പിന് 1 കപ്പ് എടുത്ത് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് കുറച്ച് ദിവസങ്ങൾ സൂക്ഷിച്ച് വെക്കാനൊന്നും കുഴപ്പം വരില്ല വിനീഗർ ചേർത്ത് കൊടുത്താൽ. ഇത്രയും മതി. ഇനി നമുക്ക് ഇളക്കി യോജിപ്പായ ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് എയർ ടൈറ്റായിട്ടുള്ള കുപ്പികളിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ മാസക്കണക്കിനൊക്കെ ഇരിക്കും.
നമ്മളെ രുചിയേറിയ ബീറ്റ്റൂട്ട് അച്ചാർ ഇവിടെ തയ്യാറായി. ഇത് ചോറിനായിക്കോട്ടെ ബിരിയാണിക്കായിക്കോട്ടെ ഒക്കെ സൈഡ് ഡിഷായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത്രയും മതി. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും കൂടി ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യണം. എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.